ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ഓട്സും ചെറുപഴവും വെച്ചിട്ട് നല്ല കിടിലം ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ എന്താ ഓട്സും ചെറുപഴവും വെച്ചിട്ടുള്ള ഈ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഗ്ലാസ് ഓട്സ് എടുത്തത്. ഈ ഒരു ഗ്ലാസ്സിന് ഫുൾ എടുത്തേണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. വൈകുന്നേരമൊക്കെ മക്കൾ സ്കൂളിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരത്തൊക്കെ കട്ടൻ ചായക്കൊക്കെ അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിതാ ചെറിയ പഴം ഒരു 3 എടുത്താണ്. ഇതുപോലെ തൊലി ഒഴിവാക്കിയതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് ഞാനിതാ ഈ ഒരു ഓട്സിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. വലിയ പഴം വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്താലും. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് തവി വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് അങ്ങോട്ട് ഇളക്കി കൊടുക്കേണ്ട ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കഷ്ണങ്ങളാക്കണം. എന്നാൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്നങ്ങോട്ട് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടുക. ഇനി അരിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമല്ലല്ലോ, ചെറിയ കഷ്ണങ്ങളൊക്കെ അതിലുണ്ടായാലും നമുക്ക് ഈ റെസിപ്പി അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും പ്രശ്നമല്ലേ. ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ട ചെയ്യുന്നത്. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തുന്നു കേട്ടോ. അതിക്ക് ഈ ഒരു ഓട്സും പഴം ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1-2 സംഭവം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് പാലിട്ടോ. പാൽ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു 3 മുട്ട ഇതിലേക്ക് ഉടച്ച് വെച്ച് കൊടുത്താലും മതി. ഇതുപോലെ അങ്ങോട്ട് ആദ്യം ഞാൻ 1 ഗ്ലാസ് ഒഴിച്ച് കൊടുത്ത് പിന്നെ ലാസ്റ്റ് ആട്ടോ ബാക്കിയുള്ള പാലും കൂടി വെച്ച് കൊടുക്കുന്നത്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണേ. ഏകദേശം ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിന് കേട്ടോ. ഇനി ഒരു 3-4 ഏലക്കായി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. അല്ലെങ്കിൽ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ വാനില എസൻസ് ഒരു 1/2 സ്പൂൺ ഒഴിച്ച് കൊടുത്താലും മതി. പിന്നെ വേണ്ടത് ഒരു 3 സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ റവ 3 സ്പൂൺ ഇട്ട് കൊടുത്താലും മതി. ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരൊറ്റ മുട്ട ഞാൻ ഇതിലേക്ക് ഉടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണേ. ഇനി ഇതാ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എനിക്ക് വെള്ളം പോരായെന്ന് തോന്നിയാൽ ബാക്കി വെച്ചിട്ട് പാലുണ്ടോ അതും കൂടി ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തേനെ. ഇനി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്തേണ് കേട്ടോ. ഇനി നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാൻ പോവാണ്. കണ്ടില്ലേ, ഇതേപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഈ ജാറ് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങോട്ട് മടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഈ മധുരം ഇങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നിങ്ങളെ കയ്യിൽ കരിഞ്ചീരകം ഉണ്ടല്ലോ, അതായാലും പ്രശ്നമല്ല കേട്ടോ. അല്ലെങ്കിൽ കറുത്തുള്ളു. ഞാൻ എന്നാലും കറുത്തുള്ളൊരു 1/2 സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തേനെ. ഇനി കരിഞ്ചീരാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. അങ്ങനെ 2 മിനിറ്റോളം ഞാനിതാ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാവിൻ്റെ കട്ടി കണ്ടില്ലേ, അധികം അങ്ങോട്ട് ലൂസ് ആവാനും പറ്റില്ല, അധികം അങ്ങനെ ടൈറ്റ് ആവാനും പറ്റില്ല. ആ ഒരു രീതിയിലാട്ടോ മാവ് കിട്ടേണ്ടത്. ഇനി ഞാനിതാ ഒരു പാൻ എടുത്തതിന് അതിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് എടുത്തിട്ട് ഒന്നങ്ങോട്ട് ചുറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അടിയിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളെടുത്ത് അരച്ച് വെച്ച് മാവ് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. സ്റ്റൗവിൽ വെക്കുന്നതിന് മുന്നേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇതുപോലെ തട്ടിയെടുത്തതിന് ശേഷം സ്റ്റൗവിൽ വെക്കാൻ പോവുകയാണ്. 2-3 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് കത്തിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ വേറൊരു പഴയ പാന് വെച്ചിന് കേട്ടോ. അത് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇങ്ങോട്ട് ഇറക്കി വെക്കുകയാണ്. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5-8 മിനിറ്റോളം ഇതുപോലെ ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഒന്നങ്ങോട്ട് കാത്തിരിക്കണം കേട്ടോ. അങ്ങനെ 5-8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കയ്യിൽ എന്തെല്ലാം നെക്സുകളുണ്ട് അതൊക്കെ ഈ ഒരു സമയത്ത് തുറന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കയ്യിൽ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു. അത് നെയ്യിലിട്ടിട്ട് ഒന്നങ്ങോട്ട് വാട്ടിയതിന് ശേഷം ഇതുപോലെ അങ്ങനെ
ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നല്ല രസമുള്ള മുന്തിരിയല്ല. അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ സമയത്ത് വെച്ച് കൊടുക്കട്ടെ. ബാദാം എല്ലാം പറ്റും. ഇനി ഈ പഴം തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ജസ്റ്റ് അങ്ങോട്ട് പിന്നെ നെയ്യിലിട്ട് വാട്ടിയിട്ട് അതും ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങനെയും പറ്റും കേട്ടോ. കറക്റ്റ് ടേസ്റ്റാണ്. അങ്ങനെ കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് മുന്തിരിയൊക്കെ വെച്ചതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റോളം വീണ്ടും ഞാൻ അടച്ച് വെച്ചിട്ട് നമ്മളെ ഈ ഒരു കിടില റെസിപ്പി റെഡി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അപ്പകാരോ ഒന്നും നമുക്ക് ആവശ്യമില്ലേ. നല്ല സോഫ്റ്റിൽ തന്നെ ഇത് കിട്ടിയിട്ടോ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതാ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കൊടുത്തതിന് അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു കിടില റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കേക്കുകളും റെസിപ്പികളൊക്കെ നമ്മളെ ചാനലിൽ ഒരുപാടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണമൊക്കെ വെറൈറ്റി ഐറ്റംസാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.